അങ്ങനെ പിതാവായ വിഭാടകൻ പോയ സ്ഥലത്തെല്ലാം പുത്രനായ ഋഷ്യശൃംഖനെ വാഴ്ത്തി സ്തുതിക്കുന്നതും ഇതെല്ലാം അദ്ദേഹത്തിന്റെ വകയാണെന്നുമൊക്കെ പറയുന്നത് അദ്ദേഹം കേട്ടു. അതായത് നമ്മുടെ പിതാവായിട്ടുള്ള വിഭാടകൻ തൻ്റെ പുത്രൻ രാജകുമാരിയെ പാണിഗ്രഹണം ചെയ്ത് സർവാരാധ്യനായി ഇന്ദ്രസമനായിട്ടാണ് അംഗരാജ്യത്തിൽ വാഴുന്നതെന്നറിഞ്ഞ വിഭാടകൻ തൻ്റെ കോപമൊക്കെ ഒതുക്കി വെച്ചു. അദ്ദേഹം കൊട്ടാരത്തിലെത്തി. ഋഷ്യശൃംഖൻ അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിച്ചു. മഹർഷി സന്തുഷ്ടനായി മകനോട് പറഞ്ഞു, വത്സ, നീ ഒരു പുത്രനുണ്ടാകുന്നതുവരെ ഇവിടെ പാർത്ത് രാജാവിൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുക. അതിനുശേഷം ആശ്രമത്തിലേക്ക് മടങ്ങി വന്ന് തപസ് അനുഷ്ഠിക്കണം. ഋഷ്യശൃംഖനെ അനുഗ്രഹിച്ചിട്ട് വിഭാടകൻ കശ്യപാശ്രമത്തിലേക്ക് മടങ്ങി. ഇപ്രകാരം ഋഷ്യശൃംഖന്റെ കഥ വിവരിച്ചിട്ട് ലോമീശ മഹർഷി പറഞ്ഞു, ഋഷ്യശൃംഖ മഹർഷിയുടെ പുണ്യാശ്രമമാണ് ഈ കാണുന്നത്. ഈ വലിയ തടാകം ശ്രേഷ്ഠമായ പുണ്യതീർത്ഥമാണ്. ഇതിൽ സ്നാനം ചെയ്ത് വിശുദ്ധനും കൃതാർത്ഥനുമായി മറ്റ് തീർത്ഥങ്ങളിലേക്ക് പോവുക. അപ്രകാരം യുധിഷ്ഠിരാദികൾ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അടുത്ത ദിവസമായി. അടുത്ത ദിവസം യുധിഷ്ഠിരനും സംഘവും ഋഷ്യശൃംഖാശ്രമത്തിൽ നിന്ന് പുറപ്പെട്ടു. അവർ വീണ്ടും പല തീർത്ഥങ്ങളും സഞ്ചരിച്ച് മഹേന്ദ്ര പർവ്വതത്തിലെത്തി. അവിടെയാണ് ഭൃഗുരാമ ആശ്രമം. പരശുരാമൻ അവിടെ തപസ് ചെയ്യുന്നു. ഭൃഗുക്കൾ, അംഗരസന്മാർ, വസിഷ്ഠന്മാർ, കശ്യപന്മാർ തുടങ്ങിയ അനവധി താപസന്മാർ അവിടെയും ഉണ്ടായിരുന്നു. ലോമേശ മഹർഷി അവരെയൊക്കെ യുധിഷ്ഠിരന് പരിചയപ്പെടുത്തി കൊടുത്തു. അക്കൂട്ടത്തിൽ അകൃതവ്രണൻ എന്ന താപസനും ഉണ്ടായിരുന്നു. പരശുരാമന്റെ ഒരു അനുചരനായിരുന്നു ഇദ്ദേഹം. ഭൃഗുരാമന്റെ വീര്യകൃത്യങ്ങളൊക്കെ നേരിൽ കണ്ടിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൽ നിന്നും അതൊക്കെ കേൾക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച യുധിഷ്ഠിരന് പരശുരാമൻ 21 പ്രാവശ്യം ക്ഷത്രിയയുടെ രക്തം ചീന്തിയതും കാർത്തവീര്യാർജുനനെ കൊന്നതും മറ്റുമായ കഥകളെല്ലാം വിവരിച്ചു കൊടുത്തു. അകൃതവ്രണൻ പറഞ്ഞു, 1000 കൈയുള്ളവനായിരുന്നു കാർത്തവീര്യാർജുനൻ. അവന് സ്വർണ വിമാനവും ലോകാധിപത്യവും സിദ്ധിച്ചു. അവന്റെ വിമാനത്തെ ആർക്കും തടുക്കുവാൻ കഴിയുമായിരുന്നില്ല. ഇതെല്ലാം അവൻ നേടിയത് ദത്താത്രേയൻ അവന് നൽകിയ വരബലം കൊണ്ടാണ്. കാർത്തവീര്യാർജുനന് വരം സിദ്ധിച്ചപ്പോൾ അഹങ്കാരിയായി തീർന്നു. അവൻ സ്വർണ വിമാനത്തിൽ കയറി സകല ദിക്കിലും ചെന്ന് ദേവന്മാരെയും യക്ഷന്മാരെയും ഋഷികളെയും മർദ്ദിച്ചു. എല്ലാ ജീവികളെയും പീഡിപ്പിച്ചു. ഇന്ദ്രാണിയോടുകൂടി കളിച്ചുകൊണ്ടിരുന്ന ഇന്ദ്രനെ അപമാനിച്ചു. വിഷ്ണുവിനെ പോലും വെല്ലുവിളിച്ചു. കാർത്തവീര്യാർജുനന്റെ ഉപദ്രവം സഹിക്കാതെ ആയപ്പോൾ എല്ലാവരും കൂടി വിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. ഭാർഗവ വംശജനായ ഋജീകൻ എന്ന മുനിസത്തമന്റെ പുത്രനാണ് ജമദഗ്നി മഹർഷി. അദ്ദേഹം മഹാതാപസിയും വേദജ്ഞനുമായിരുന്നു. ജമദഗ്നി ഭാര്യയായ രേണുകയോടൊന്നിച്ച് നർമ്മദാ നദിക്കരയിൽ ആശ്രമം ചമച്ച് പാർത്തുവരികയായിരുന്നു. അവർക്ക് ഋമണ്വാൻ, സുഹോത്രൻ, വസു, വിശ്വവസു എന്ന് 4 പുത്രന്മാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ 5ാമത്തെ പുത്രനായി മഹാവിഷ്ണു ജന്മമെടുത്തു. ആ പുത്രന് രാമൻ എന്ന് പേരാണ് നൽകിയത്. പിൽക്കാലത്ത് ശിവനിൽ നിന്ന് പരശു എന്ന ആയുധം, അതായത് വെൺമഴു ലഭിക്കുകയാൽ ഇദ്ദേഹം പരശുരാമൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഒരു ദിവസം രേണുക കുളിക്കുവാൻ പോയി. നർമ്മദാ നദിയിൽ ചിത്രരഥൻ എന്ന ഗന്ധർവ രാജാവ് സുന്ദരിമാരായ ഭാര്യമാരോടും കൂടി ജലക്രീഡ നടത്തുന്നത് അവൾ കണ്ടു. അവൾ രാജാവിലും അവരുടെ ജലക്രീഡയിലും ആകൃഷ്ടയായി കുറച്ചുനേരം രാജാവിനെ തന്നെ നോക്കി നിന്നു. തന്മൂലം അവളുടെ മനസ്സിന് പതിത്വം സംഭവിച്ചു. അവളന്ന് വളരെ താമസിച്ചാണ് ആശ്രമത്തിൽ തിരിച്ചെത്തിയത്. പത്നി പോയി വളരെ നേരമായിട്ടും മടങ്ങിയെത്താഞ്ഞതിൽ കുപിതനായ ജമദഗ്നി രേണുകയെ കണ്ടപ്പോൾ രോക്ഷം കൊണ്ട് വിറച്ചു. അവൾക്ക് പാതിവൃത്യ ഭ്രംശം ഉണ്ടാകുന്നതായി മഹർഷി കരുതി. കുലടെ എന്ന് വിളിച്ചുകൊണ്ട് മുനി അവളെ ശകാരിച്ചു. പുത്രന്മാരിൽ ഓരോരുത്തരെയും വിളിച്ച് അമ്മയെ കൊല്ലുവാൻ ആജ്ഞാപിച്ചു. ആദ്യത്തെ 4 പുത്രന്മാരും ഒന്നും ചെയ്യാതെ മൗനികളായി നിന്നതേയുള്ളൂ. തന്റെ ആജ്ഞയെ ധിക്കരിച്ച അവർ വ്രതാരൂപികളായി തീരട്ടെ എന്ന് ജമദഗ്നി ശപിച്ചു. അതിനുശേഷം ജമദഗ്നി 5ാമത്തെ മകനായ രാമനെ വിളിച്ചു. അമ്മയെ വധിക്കുവാൻ ആജ്ഞാപിച്ചു. ഒരു മടിയും പറയാതെ അവൻ വെൺമഴു വീശി രേണുകയെ വധിച്ചു. മാതൃമരണത്തിൽ ശോകം കൊണ്ട പരശുരാമൻ ഉടൻ തന്നെ ബോധശൂന്യനായി നിലം പതിച്ചു. കോപം കെട്ടടങ്ങിയപ്പോൾ ജമദഗ്നിക്ക് വീണ്ടും വിചാരമുണ്ടായി. അദ്ദേഹം മകനെ എഴുന്നേൽപ്പിച്ച് മടിയിലിരുത്തി താലോലിച്ചു.
ദുഷ്കരമായ കാര്യം ചെയ്തതിന് എന്തു വരമാണ് വേണ്ടതെന്ന് മകനോട് ചോദിച്ചു. അമ്മയ്ക്ക് പുനർജീവിതം ലഭിക്കണമെന്നും ജ്യേഷ്ഠന്മാർക്ക് ശാപമോക്ഷം നൽകണമെന്നും ഈ നടന്നതൊന്നും ആരുടെയും മനസ്സിൽ ഓർത്തിരിക്കാത്തവണ്ണം വിസ്മരിക്കപ്പെടണമെന്നും രാമൻ അച്ഛനോട് ആവശ്യപ്പെട്ടു. സന്തുഷ്ടനായ മുനി രാമന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുത്തു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. കുറെ നാളുകൾക്ക് ശേഷം ഒരിക്കൽ കാർത്തവീര്യാർജുനൻ നർമ്മദാ തീരത്തുള്ള വനത്തിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ക്ഷീണിതനായി അനുചരന്മാരോടൊപ്പം ജമദഗ്നിയുടെ ആശ്രമത്തിലെത്തി. ക്ഷണനേരത്തിനുള്ളിൽ രാജാവിനും അനുചരന്മാർക്കും വേണ്ട ആഹാരം തയ്യാറാക്കി കൊടുത്ത് ജമദഗ്നി അവരെ സൽക്കരിച്ചു. മഹർഷിക്ക് സുശീല എന്നു പേരോടുകൂടിയ ഒരു പശു ഉണ്ടായിരുന്നു. കാമധേനുവിന്റെ സഹോദരിയായ ഈ പശു കാമദേവനുവിനെ പോലെ തന്നെ എന്തും നൽകുവാൻ കഴിവുള്ളവളായിരുന്നു. ഈ പശുവിന്റെ സഹായത്തോടെയാണ് രാജാവിനെയും സംഘത്തെയും ജമദഗ്നി സൽക്കരിച്ചത്. സൽക്കാരം സ്വീകരിച്ച് സന്തുഷ്ടനായി പോയ രാജാവ് സുശീല എന്ന പശുവിനെ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു. മഹർഷിക്ക് എന്തു കൊടുത്തിട്ടായാലും വേണ്ടില്ല, ആ പശുവിനെ സമ്പാദിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് മന്ത്രിയായ ചന്ദ്രഗുപ്തനെ കാർത്തവീര്യാർജുനൻ ജമദഗ്നിയുടെ അടുത്തേക്ക് നിയോഗിച്ചു. രാജ്യത്തിന്റെ അർദ്ധഭാഗം വരെ കൊടുക്കാമെന്ന് ചന്ദ്രഗുപ്തൻ പറഞ്ഞിട്ടും ജമദഗ്നി പശുവിനെ കൊടുക്കുവാൻ തയ്യാറായില്ല. അപ്പോൾ കുപിതനായ മന്ത്രി പശുവിനെയും അതിന്റെ കിടാവിനെയും ബലമായി പിടികൂടി. എന്നാൽ പശു അവരുടെ പിടിയിൽ നിന്നും വേർപെട്ട് ആകാശത്തിലേക്ക് ഉയർന്നുപോയി. കിടാവിനെ മന്ത്രി കൊണ്ടുപോയി. പിന്നാലെ ചെന്ന ജമദഗ്നിയെ രാജാവിന്റെ ഭടന്മാർ അടിച്ചു കൊന്നു. ജമദഗ്നിയെ അന്വേഷിച്ചിറങ്ങിയ രേണുക അദ്ദേഹം രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. അവൾ വാവിട്ട് കരഞ്ഞു. അമ്മയുടെ രോദനം കേട്ട് രാമനും മറ്റുള്ളവരും ഓടിക്കൂടി. പരശുരാമനെ കണ്ടപ്പോൾ രേണുക 21 പ്രാവശ്യം നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. അമ്മ 21 പ്രാവശ്യം നെഞ്ചത്തടിച്ചതുകൊണ്ട് 21 പ്രാവശ്യം രുദ്രപ്രദീക്ഷണം ചെയ്ത് സകല ക്ഷത്രിയ രാജാക്കന്മാരെയും കൊന്നൊടുക്കുമെന്ന് ഭൃഗുരാമൻ ശപഥം ചെയ്തു. അതിനുശേഷം ജമദഗ്നിയുടെ ജഡം ചിതയിൽ വെച്ചു. എല്ലാവരും വിഷ്ണുഗീതം പാടിക്കൊണ്ടിരുന്നപ്പോൾ ശുക്രാചാര്യർ അവിടെ വന്നു. അദ്ദേഹം മൃതസഞ്ജീവിനി മന്ത്രം പ്രയോഗിച്ച് ജമദഗ്നിയെ പുനർജീവിപ്പിച്ചു. സുശീലയുടെ കിടാവിനെ കാർത്തവീര്യാർജുനന്റെ അടുക്കൽ നിന്ന് തിരികെ കൊണ്ടുവരണമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ പരശുരാമൻ മാഹിഷ്മതി നഗരത്തിലേക്ക് തിരിച്ചു. രാജധാനിയുടെ കവാടത്തിലെത്തി രാജാവിനെ പോരിന് വിളിച്ചു. രാജാവ് പോർവിളി സ്വീകരിച്ചു. കാർത്തവീര്യാർജുനൻ സൈന്യ സന്നാഹങ്ങളോടും കൂടി പരശുരാമനോട് ഏറ്റുമുട്ടി. സംഹാര രുദ്രനെ പോലെ പ്രതികാരമൂർത്തിയായി തീർന്ന പരശുരാമൻ തന്റെ പരശുകൊണ്ട് കാർത്തവീര്യാർജുനന്റെ 1000 കൈകളും അരിഞ്ഞു വീഴ്ത്തി. രാജാവ് ശിരസ്സറ്റു വീണു. അവന്റെ പുത്രന്മാർ മിക്കവരും കൊല്ലപ്പെട്ടു. സുശീലയുടെ കിടാവിനെയും കൊണ്ട് രാമൻ അച്ഛന്റെ അടുത്തെത്തി. അനേകം പേർക്ക് ജീവഹാനി വരുത്തിയ പാപത്തിന്റെ പരിഹാരത്തിനായി രാമൻ മഹേന്ദ്രഗിരിയിൽ പോയി തപസ് ചെയ്യണമെന്ന് ജമദഗ്നി നിർദ്ദേശിച്ചു. അതനുസരിച്ച് രാമൻ തപസ്സിന് പോയി. ആ തക്കം നോക്കി കാർത്തവീര്യാർജുനന്റെ ഒരു പുത്രനായ ശൂരസേനനും അനുയായികളും കൂടി ജമദഗ്നിയുടെ ആശ്രമത്തിൽ വന്ന് അദ്ദേഹത്തിന്റെ തല വെട്ടിക്കൊണ്ടുപോയി. പരശുരാമൻ ഇതറിഞ്ഞ ഉടൻ തന്നെ മഹേന്ദ്രഗിരിയിൽ നിന്ന് ആശ്രമത്തിലെത്തി. ജമദഗ്നിയുടെ ജഡം ചിതയിൽ വെച്ച് ദഹിപ്പിച്ചു. ആ ചിതയിൽ ചാടി രേണുക ആത്മാഹൂതി ചെയ്ത് സ്വർഗം പ്രാപിച്ചു. പിന്നീട് തന്റെ അമ്മയോട് ചെയ്ത ശപഥം നിറവേറ്റുവാനായി ഭൂമിക്ക് പ്രദക്ഷിണം വെച്ചു സകല ക്ഷത്രിയന്മാരെയും കൊന്നൊടുക്കി. കൊല്ലപ്പെട്ടവരുടെ രക്തം സമന്ത പഞ്ചകത്തിലുള്ള 5 കയങ്ങളിലാക്കി തീർത്തു. ആ രക്തക്കയങ്ങളിൽ അദ്ദേഹം പിതൃക്കൾക്ക് നിണം തർപ്പിച്ചു. ഋജീകൻ മുതലായ പൂർവ്വപിതാക്കൾ അവിടെ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളുവാൻ പരശുരാമനോട് ആവശ്യപ്പെട്ടു. രാമൻ അപേക്ഷിച്ചു, സംപൂജ്യ പിതാക്കന്മാരെ, നിങ്ങൾ എന്നിൽ സന്തുഷ്ടരായെങ്കിൽ ക്ഷത്രിയരെ കൊന്നൊടുക്കി എൻ്റെ പാപം പരിഹരിക്കുകയും ഈ 5 കയങ്ങൾ തീർത്ഥങ്ങളായി ഭവിക്കുകയും ചെയ്യണം. അങ്ങനെയാവട്ടെ എന്ന് പിതൃക്കൾ അനുഗ്രഹിച്ചു. അന്നു മുതൽ ആ സ്ഥലം സമന്ത പഞ്ചകം എന്ന പേരിൽ ഒരു പുണ്യഭൂമിയായി തീർന്നു. അതുതന്നെയാണ് കുരുക്ഷേത്രം. 21 പ്രാവശ്യം ക്ഷത്രിയരുടെ രക്തം ചീന്തിയതിന്റെ പ്രായച്ചിത്തമായി പരശുരാമൻ തന്റെ സമ്പാദ്യമെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. പിന്നീടവൻ തെക്കേ സമുദ്രത്തിന്റെ തീരത്തു വന്ന് സമുദ്രത്തോട് സ്ഥലം യാചിച്ചു. എന്തെങ്കിലും എറിഞ്ഞ് അത് വീഴുന്നിടത്തോളം സ്ഥലം എടുത്തുകൊള്ളുവാൻ വരുണൻ അനുമതി നൽകി. ഇത് കേട്ടപ്പോൾ പരശുരാമൻ തന്റെ പരശു സമുദ്രത്തിലേക്ക് എറിഞ്ഞു. അത് വീണിടത്തോളം സ്ഥലത്ത് നിന്ന് കടൽ ഇറങ്ങി. പ്രസ്തുത സ്ഥലമാണിപ്പോൾ കേരളമായി അറിയപ്പെടുന്നത്.
ഈ പുണ്യസ്ഥലവും ബ്രാഹ്മണർക്ക് നൽകിയ ശേഷം അദ്ദേഹം മഹേന്ദ്രഗിരിയിലെത്തി തപസ് ആരംഭിച്ചു. അദ്ദേഹം ചതുർദശിയിലും അഷ്ടമിയിലും താപസന്മാരെ കാണാറുണ്ട്. അല്ലയോ യുധിഷ്ഠിര, ഈ രാത്രി ചതുർദശിയാണ്. നാളെ നിനക്ക് അദ്ദേഹത്തെ കാണുവാൻ കഴിയും. അകൃതവ്രണൻ ഇപ്രകാരം പരശുരാമന്റെ അവതാരങ്ങളെപ്പറ്റി വർണ്ണിച്ചു കേൾപ്പിച്ചു. യുധിഷ്ഠിരനും ഭ്രാതാക്കളും മറ്റും രാത്രിയിൽ വിശ്രമിച്ചു. അടുത്ത ദിവസം അവർ പരശുരാമനെ ദർശിച്ച് യഥാവിധി പൂജിച്ചു. പിന്നീട് യുധിഷ്ഠിരനും സംഘവും തെക്കോട്ട് യാത്ര തിരിച്ചു. മഹേന്ദ്രഗിരിയിൽ നിന്ന് തെക്കോട്ട് യാത്ര പുറപ്പെട്ട യുധിഷ്ഠിരനും സംഘവും ഗോദാവരി നദിക്കരയിലെത്തി. അതിൽ സ്നാനം ചെയ്തിട്ട് ദ്രാവിഡ നാട്ടിലെത്തി. അവിടെയുള്ള പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം പടിഞ്ഞാറൻ കടൽക്കരയിൽ കൂടെ വടക്കോട്ടു പുറപ്പെട്ട് ദ്വാരകയ്ക്ക് സമീപമുള്ള പ്രഭാസ തീർത്ഥത്തിലെത്തി. അവിടെ വെച്ച് യുധിഷ്ഠിരൻ 12 ദിവസവും വായുവും ജലവും മാത്രം ഭക്ഷിച്ച് ചുറ്റിലും ജ്വലിക്കുന്ന അഗ്നിയുണ്ടാക്കി കഠിനമായി തപസ് ചെയ്തു. ഈ വാർത്ത കർണാകർണാകിയായ ദ്വാരകയിലെത്തി. ബലരാമനും കൃഷ്ണനും സാത്വികയോടും മറ്റു അനുചരന്മാരോടും കൂടി പ്രഭാസത്തിലെത്തി. അവിടെ യുധിഷ്ഠിരനെ കഠിനമായ തപസ്സിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ചെയ്തു. പാണ്ഡവന്മാരുടെ ദയനീയമായ കഷ്ടസ്ഥിതി കണ്ടപ്പോൾ ബലരാമന്റെ ഹൃദയം അസ്വസ്ഥമായി. അദ്ദേഹം ധർമ്മങ്ങളുടെ മർമ്മപ്രധാനങ്ങളായ വശങ്ങളെക്കുറിച്ച് വളരെ നേരം സംസാരിച്ചു. ബലരാമൻ പറഞ്ഞു, ഹേ കൃഷ്ണ, ധർമ്മിഷ്ഠരായ പാണ്ഡവന്മാർ കാട്ടിൽ കിടന്ന് അലയുന്നു. അധർമ്മിഷ്ഠരായിരുന്നിട്ടും ദുര്യോധനൻ രാജ്യം ഭരിക്കുന്നു. ഇത് കണ്ടാൽ ധർമ്മത്തേക്കാൾ നല്ലത് അധർമ്മമാണെന്ന് അല്പബുദ്ധികളായ മനുഷ്യൻ ധരിക്കും. അവർ ധർമ്മങ്ങളെപ്പറ്റി മറിച്ച് വ്യാഖ്യാനം നടത്തും. ധർമ്മം മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെന്ന് അഭിമാനിക്കുന്ന ഭീഷ്മരും ദ്രോണരുമൊക്കെ പാണ്ഡവരുടെ വനത്തിലയക്കുന്നതിന് കൂട്ടുനിന്നതല്ലേ? സകല കൗരവ മുഖ്യന്മാരും ദുഷ്ടന്മാർ തന്നെയാണ്. മുജ്ജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടാണ് ധൃതരാഷ്ട്രർ അന്ധനായി തീർന്നത്. ഇനിയും ഇപ്പോൾ ചെയ്യുന്ന പാപത്തിന്റെ ഫലമായി എന്തൊക്കെയാണ് അയാൾ അനുഭവിക്കുവാൻ പോകുന്നത്? പക്ഷേ ഒന്ന് നിശ്ചയം, പാണ്ഡവന്മാർ ധാർത്തരാഷ്ട്രന്മാരെ ഒന്നിനെയും ബാക്കി വയ്ക്കാതെ കൊന്നൊടുക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഇത് കേട്ടപ്പോൾ സാത്വികയ്ക്ക് രോക്ഷം കത്തി ജ്വലിച്ചു. സാത്വികി പറഞ്ഞു, പാണ്ഡവന്മാരോടുള്ള സഹതാപം വാക്കുകൊണ്ട് മാത്രം പ്രകടിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. അത് പൗരുഷശാലികളായ യോദ്ധാക്കൾക്ക് ചേർന്നതല്ല. അവർ പ്രവൃത്തി കൊണ്ടാണ് സഹതാപം കാണിക്കേണ്ടത്. അധർമ്മത്തെ എതിർക്കുവാൻ ആർക്കും അവകാശമുണ്ട്. കഴിവിട്ട അനവധി ആളുകൾ നമ്മുടെ പക്ഷത്തുണ്ട്. നമുക്ക് സുയോധനാദികളെ നിഷ്പ്രയാസം പരാജിതരാക്കി പാണ്ഡവന്മാർക്ക് രാജ്യം വീണ്ടെടുത്തു കൊടുക്കുവാൻ കഴിയും. അതാണ് നാം ചെയ്യേണ്ട കാര്യം. ബലരാമനും സാത്വികിയും പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ടിരുന്ന വാസുദേവൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ മറ്റൊരു പ്രധാന കാര്യം നിങ്ങൾ വിസ്മരിച്ചു കളഞ്ഞു. സ്വന്തം ഭുജബലത്താൽ വീണ്ടെടുക്കുവാൻ കഴിയാത്ത രാജ്യം ഈ ധർമ്മജ്ഞന്മാർ ഭരിക്കുന്നതിന് ഇച്ഛിക്കുകയില്ല. കാമം, ഭയം, ലോഭം എന്നിവ കൊണ്ടൊന്നും യുധിഷ്ഠിരൻ സ്വധർമ്മം കൈവിടുകയില്ല. പാണ്ഡവന്മാർ യുദ്ധത്തിൽ അജേയരും ഭൂമിയിൽ അതുല്യരുമാണ്. അവർ സന്ദർഭം വരുമ്പോൾ അത് വ്യക്തമാക്കും. അതിനു മുമ്പ് അവർക്ക് വേണ്ടി കൗരവരോട് യുദ്ധത്തിന് പോയാൽ അത് ധർമ്മദീക്ഷിതരായ പാണ്ഡവന്മാരുടെ പൗരുഷത്തെ നാം അപമാനിക്കുന്നതിന് തുല്യമാണ്. നാം അപ്രകാരം ചെയ്താൽ അത് ധർമ്മപുത്രരുടെ ധർമ്മനിഷ്ഠയ്ക്ക് ഭംഗം വരുത്തും. അതുകൊണ്ട് നാം തൽക്കാലം ക്ഷമിക്കുകയാണ് വേണ്ടത്. കൃഷ്ണന്റെ അഭിപ്രായം യുധിഷ്ഠിരനെ ഏറെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, മാധവ, നീ പറഞ്ഞതാണ് ശരി. എന്നെ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നവൻ നീ മാത്രമേ ഉള്ളൂ. നീയാണ് എൻ്റെ നാഥൻ. അങ്ങനെ ബലരാമനും സാത്വികിയും മറ്റുള്ളവരും സമാധാനചിത്തരായി. യാദവർ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. യുധിഷ്ഠിരാദികൾ അങ്ങനെ പ്രഭാസ തീർത്ഥത്തിൽ നിന്ന് അവരുടെ യാത്ര തുടർന്നു. അവർ പയ്യോക്ഷിണി നദീതടത്തിലേക്ക് പോയി. അമൃത് കലർന്ന വെള്ളമുള്ള തീർത്ഥമാണ് പയ്യോഷ്ണി എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. അവർ അതിൽ സ്നാനം ചെയ്തു. അവിടെ നിന്ന് നർമ്മദാ നദിയുടെ തീരത്തെത്തി. അവിടെയും അനേകം തീർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. ലോമശ മഹർഷി അതേപ്പറ്റിയെല്ലാം വിവരിച്ചു കൊടുത്തു. അക്കൂട്ടത്തിൽ ചെവ്വന മഹർഷിയെപ്പറ്റിയും അദ്ദേഹം ഇന്ദ്രനോട് ഏറ്റുമുട്ടിയതിനെപ്പറ്റിയും പറയുകയുണ്ടായി. അപ്പോൾ ചെവ്വന മഹർഷിയെപ്പറ്റി അറിയുവാനുള്ള കൗതുകം യുധിഷ്ഠിരൻ പ്രകടിപ്പിച്ചു. ലോമേശൻ പറഞ്ഞു, വരുണന്റെ ബ്രഹ്മയജ്ഞത്തിൽ വെച്ച് ബ്രഹ്മാവിന് ജനിച്ച പുത്രനാണ് ഭൃഗു. പുലോമ എന്ന തരുണീ രത്നമായിരുന്നു ഭൃഗുവിന്റെ പത്നി.
പുലോമൻ എന്നൊരു രാക്ഷസൻ പുലോമയിൽ അനുരക്തനായിരുന്നു. അങ്ങനെയിരിക്കുമ്പോഴാണ് അവൾ ഭൃഗുവിൻ്റെ പത്നിയായത്. ഇതറിഞ്ഞപ്പോൾ പുലോമൻ അരിശം കൊണ്ടു. എങ്ങനെയെങ്കിലും അവളെ വീണ്ടെടുക്കണമെന്ന് അവൻ തീരുമാനിച്ചു. ഭൃഗു പുലോമയോടുകൂടി ഒരു ആശ്രമം കെട്ടി അവിടെ പാർത്തു വന്നു. കുറെ നാളുകൾക്ക് ശേഷം ഒരു ദിവസം ഭൃഗു സ്നാനത്തിനായി പുറത്തുപോയ തക്കം നോക്കി പുലോമൻ ആശ്രമത്തിൽ വന്നു. പുലോമ മാത്രമേ അപ്പോൾ ആശ്രമത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പുലോമൻ വരാഹ രൂപമെടുത്ത് പുലോമയെ അപഹരിച്ചുകൊണ്ട് വനത്തിൽ കൂടി ഓടി. പുലോമ അന്ന് ഗർഭിണിയായിരുന്നു. ഓട്ടത്തിനിടയിൽ പുലോമയുടെ ശരീരം കൂടുതലായി ഇളകുന്നതിനിടയായതിനാൽ അവളുടെ ഗർഭസ്ഥ ശിശു പുറത്തേക്ക് ഊർന്നു വീണു. ഗർഭത്തിൽ നിന്ന് ച്യവനം ചെയ്യുകയാൽ, അതായത് വീണുപോവുകയാൽ, ആ കുട്ടിക്ക് ച്യവനൻ എന്ന പേരുണ്ടായി. ആ കുട്ടി അതിതേജസ്വിയായിരുന്നു. കുട്ടിയുടെ തേജസ്സിന്റെ രശ്മിയേറ്റിയ പുലോമൻ അതിൽ ദഹിച്ചുപോയി. പുലോമ കുഞ്ഞിനെയും എടുത്ത് കണ്ണീർ ഒഴുക്കിക്കൊണ്ട് ആശ്രമത്തിലെത്തി. ച്യവനൻ ബാലം മുതൽക്ക് തന്നെ തപസാരംഭിച്ചു. യുവാവായപ്പോൾ വനാന്തരത്തിൽ പോയി ഏകനായി ആഹാരാദികൾ ഉപേക്ഷിച്ച് ധ്യാനത്തിലേർപ്പെട്ടു. അനേക വർഷങ്ങൾ ഒരേ ഇരിപ്പിലിരുന്ന് ധ്യാനം ചെയ്ത അദ്ദേഹം വൃദ്ധനായി. അദ്ദേഹത്തിന്റെ ചുറ്റും ചിതൽപുറ്റുയർന്നു വന്നു. ചിതൽപുറ്റിനെ ചുറ്റിപ്പറ്റി ലതകൾ പടർന്നു കയറി. കിളികൾ അവയിൽ കൂടുകെട്ടി. ഇതൊന്നും ആത്മരാമനായ ആ താപസൻ അറിഞ്ഞിരുന്നതേയില്ല. ഇക്കാലത്ത് ശരിയാതി എന്ന രാജാവ് കുടുംബസമേതം വേട്ടയാടുന്നതും വിനോദിക്കുന്നതിനുമായി വനത്തിൽ വന്നു. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഏകപുത്രിയായ സുകന്യയും ഉണ്ടായിരുന്നു. ഇവൾ തോഴിമാരോടും കൂടി വിനോദിച്ച് നടക്കുന്നതിനിടയിൽ ച്യവനെ മൂടിയിരുന്ന പുറ്റിന് അടുത്തു വന്നു. ആ പുറ്റിന്റെ ഒരു ഭാഗത്ത് 2 സുഷിരങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ കൂടി നോക്കിയപ്പോൾ എന്തോ മിന്നുന്നതായി കണ്ടു. അവൾ ഒരു മുള്ളെടുത്ത് ആ പഴുതിൽ കൂടി കുത്തി പുറ്റു പൊട്ടിക്കുവാൻ ശ്രമിച്ചു. ആ മുള്ള് ച്യവനന്റെ കണ്ണുകളിലാണ് കൊണ്ടത്. മുനിക്ക് അസഹ്യമായ വേദനയുണ്ടായി. അദ്ദേഹത്തിന്റെ 2 കണ്ണുകളും പൊട്ടി അദ്ദേഹം അന്ധനായി തീർന്നു. അദ്ദേഹം പ്രത്യേകമായി ആരെയും ശപിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ തപശക്തി കൊണ്ട് ശരിയാതിയോടൊപ്പം ഉണ്ടായിരുന്ന സൈന്യങ്ങൾ മലമൂത്രം തടഞ്ഞ് വിമ്മിട്ടമുണ്ടായി. മലമൂത്രം തടഞ്ഞ് വിഷമത്തിൽപ്പെട്ട തന്റെ സൈന്യത്തെ കണ്ടപ്പോൾ രാജാവ് അതിന്റെ കാരണം കണ്ടുപിടിക്കുവാൻ അന്വേഷണം ആരംഭിച്ചു. മഹാതാപസിയായ ച്യവനോട് ചെയ്ത ദ്രോഹം കാരണമാണ് ഇപ്രകാരം സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നാൽ ച്യവനെ ദ്രോഹിച്ചത് ആരാണെന്നറിയുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. സുകന്യ ഇതെല്ലാം അറിഞ്ഞു. താൻ ചെയ്ത തെറ്റുകൊണ്ടാണ് ഇപ്രകാരമെല്ലാം സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാനൊരു പുറ്റിനരികെ ചെന്നപ്പോൾ അതിലുണ്ടായിരുന്ന സുഷിരത്തിൽ കൂടി ഒരു പ്രകാശം പുറപ്പെടുന്നത് കണ്ടു. ഞാനൊരു മുള്ളെടുത്തു കുത്തി അതിനുള്ളിലിരുന്ന മഹർഷിയുടെ കണ്ണുകളിൽ കൊണ്ടു. അദ്ദേഹത്തിന്റെ കണ്ണുപൊട്ടി. ശരിയാതി രാജാവ് ഉടനെ പുറ്റിനരികിലെത്തി. പുറ്റുപൊളിച്ചു. തപോവൃദ്ധനും വയോവൃദ്ധനുമായ ച്യവന മഹർഷിയെ കണ്ടു. തന്റെ സൈന്യങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന ആപത്ത് നീക്കിത്തരണമെന്നും തന്റെ മകൾ അറിയാതെ ചെയ്ത അപരാധം ക്ഷമിക്കണമെന്നും അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു. മഹർഷി പറഞ്ഞു, അല്ലയോ രാജാണേ, നിന്റെ മകൾ അഹങ്കാരിയാണ്. എങ്കിലും അവളെ എനിക്ക് വിവാഹം കഴിച്ചു തന്നാൽ ഞാൻ എല്ലാ അപരാധവും പൊറുക്കാം. രാജാവിന് വജ്രപാതമേറ്റതുപോലെയാണ് അനുഭവപ്പെട്ടത്. സൗന്ദര്യവതിയും യുവതിയുമായ തന്റെ ഏകപുത്രിയെ പടുവൃദ്ധനായ ഒരു താപസന് കല്യാണം കഴിച്ചു കൊടുക്കുവാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഒന്നും പറയാതെ പരവശനായി മകളുടെ അടുത്തെത്തി. അച്ഛന്റെ പരാവശ്യം മനസ്സിലാക്കിയ സുകന്യ വിവാഹത്തിന് സന്നദ്ധയായി. അവൾ രാജാവിനോട് പറഞ്ഞു, അച്ഛനൊട്ടും വിഷമിക്കേണ്ട. എൻ്റെ കുറ്റം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് മുനിയുടെ ആഗ്രഹപ്രകാരം എന്നെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കുക. ഞാനതിന് പൂർണ്ണമായി സമ്മതിച്ചിരിക്കുന്നു. മഹർഷിയുടെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ മറ്റൊരു മാർഗമില്ലായിരുന്നതുകൊണ്ട് രാജാവ് മനസ്സില്ലാ മനസ്സോടെ സുകന്യയെ ച്യവനന് വേളി കഴിച്ചു കൊടുത്തു. ച്യവനനും സുകന്യയും കൂടി ഒരാശ്രമം ചമച്ച് വനത്തിൽ പാർത്തു. സുകന്യ അന്ധനായ തന്റെ ഭർത്താവിനെ ഭക്തിയോടെ ശുശ്രൂഷിച്ചു. അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിനു വേണ്ടിയുണ്ടായ ഫലമൂലാദികൾ ശേഖരിച്ചു കൊണ്ടുവന്നു കൊടുത്തു. മുനിയുടെ കൈക പിടിച്ച് പുറത്തു കൊണ്ടുപോയി ദിനചര്യകൾ നടത്തുവാൻ സഹായിച്ചു. കണ്ണില്ലാത്ത ച്യവനന്റെ കണ്ണുകളായി ആ പതിവ്രതാരത്നം പരിശോധിച്ചു. അദ്ദേഹത്തിന്റെ കാലുകൾ തടവി അദ്ദേഹത്തെ ഉറക്കിയ ശേഷം അവളും ആ കാലുകൾ കിടന്നുറങ്ങി.
പരമകോപിഷ്ഠനായ മഹർഷിയെ അവൾ വേഗത്തിൽ സന്തുഷ്ടനാക്കി തീർത്തു. ഇക്കാലത്ത് അശ്വിനി ദേവന്മാർ ചെവ്യനന്റെ ആശ്രമ പ്രദേശത്ത് വന്നു ചേർന്നു. ഇന്ദ്രൻ അവർക്ക് സോമപാനം നിഷേധിച്ച സമയമായിരുന്നു അത്. നദിയിൽ കുളിച്ചുകൊണ്ടിരുന്ന സുകന്യയെ ദേവന്മാർ കണ്ടു. അവളുടെ വിശ്വവശ്യമായ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായ അവർ അവളെ സമീപിച്ച് അവൾ ആരാണെന്നും രാജകന്യകയെ പോലെയുള്ള അവൾ എങ്ങനെ കാട്ടിലെത്തിയെന്നും മറ്റും ആരാഞ്ഞു. താൻ ശരിയാതി രാജാവിന്റെ മകളാണെന്നും ചെവ്യന മഹർഷിയുടെ ഭാര്യയാണെന്നും അല്പം സങ്കോചത്തോടെ സുകന്യ ഇവരോട് പറഞ്ഞു. ഇത് കേട്ട് സുകന്യയെ പരിഹസിച്ചുകൊണ്ട് അശ്വിനി ദേവകൾ പറഞ്ഞു, എന്ത്, മിന്നൽ കൊടി പോലെ ശോഭയുള്ള നീ ആ അഴുകിയ കിഴവന്റെ പത്നിയാണെന്നോ? അല്ലയോ സുന്ദരി, നീ ആ പടുകിഴവനെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങളിൽ ആരെയെങ്കിലും പരിഗ്രഹിച്ച് സുഖമായി വാഴുക. സുകന്യ മറുപടി പറഞ്ഞു, ഞാൻ ചെവ്യന മഹർഷിയുടെ ഭാര്യയായിരിക്കുന്നതിൽ സംതൃപ്തയാണ്. നിങ്ങൾ എന്നെ മറ്റു വിധത്തിൽ ശങ്കിക്കരുത്. ദേവന്മാർ ഇത് കേട്ട് മറുപടി പറഞ്ഞു, ഹേ സുമുഖി, ഞങ്ങൾ ദേവന്മാരുടെ വൈദ്യന്മാരായ അശ്വനി ദേവകളാണ്. ഞങ്ങൾ നിന്റെ ഭർത്താവിനെ ഞങ്ങളെപ്പോലെ കോമളനായ ഒരു യുവാവാക്കി തരാം. പിന്നീട് ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച് നിൽക്കാം. അപ്പോൾ അതിൽ നിനക്ക് ഇഷ്ടമുള്ള ഒരാളെ വരിക്കുക. അശ്വിനി ദേവകളുടെ ഈ നിർദ്ദേശം രാജകുമാരിക്ക് ഇഷ്ടപ്പെട്ടു. ചെവ്യനൻ കോമളനായ ഒരു യുവാവായി തീരുന്നത് അവൾക്ക് സന്തോഷമുള്ള കാര്യമായിരുന്നു. ചെവ്യനനെ ഈ നിർദ്ദേശം അറിയിച്ച് അദ്ദേഹത്തിന് സമ്മതമാണെങ്കിൽ അപ്രകാരം ചെയ്യാമെന്ന് അറിയിച്ചിട്ട് അവൾ ചെവ്യനന്റെ സമീപത്തെത്തി. അദ്ദേഹത്തെ എല്ലാ വിവരങ്ങളും ധരിപ്പിച്ചു. അദ്ദേഹത്തിനും ദേവന്മാരുടെ നിർദ്ദേശം ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തെയും കൂട്ടി സുകന്യ ദേവന്മാരെ സമീപിച്ചു. ദേവന്മാരും ചെവ്യനനും കൂടി അടുത്തുണ്ടായിരുന്ന ഒരു സരസിലിറങ്ങി മുങ്ങി. അല്പനേരത്തിന് ശേഷം വെള്ളത്തിൽ നിന്നും കരയ്ക്ക് കയറി. എന്തൊരത്ഭുതം, 3 പേരും ഒരേപോലെ ഇരിക്കുന്നു. എല്ലാവരും യുവകോമളന്മാർ, ഭംഗികേറിയ കുണ്ടല മണ്ഡിതം അണിഞ്ഞവർ, തുല്യവേഷം ധരിച്ചവർ, മനസ്സിന് സന്തോഷം വളർത്തുന്നവർ. അവർ പറഞ്ഞു, ഞങ്ങളിൽ 3 പേരിൽ ആരെ വേണമെങ്കിലും നിനക്ക് ഭർത്താവായി തിരഞ്ഞെടുക്കാം. സുകന്യയുടെ പാതിവൃത്യത്തിന്റെ ശക്തി കൊണ്ട് അവൾ ചെവ്യനെ തന്നെ തിരിച്ചറിഞ്ഞ് തിരഞ്ഞെടുത്തു. അശ്വിനി ദേവന്മാർ സംതൃപ്തരായി അവളെ അനുഗ്രഹിച്ചു. പടുവൃദ്ധനും വിരൂപിയും അന്ധനുമായ തന്നെ ഇപ്രകാരം സുന്ദരനും യൗവനയുക്തനുമാക്കി തീർത്ത ദൈവ വൈദ്യന്മാരോട് ചെവ്യന മഹർഷി അത്യന്തം കൃതജ്ഞയുള്ളവനായി. ചെവ്യനൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് ചെയ്തു തന്ന സേവനത്തിന് പ്രത്യുപകാരമായി ഞാൻ നിങ്ങളെ ദേവേന്ദ്രന്റെ മുമ്പാകെ വെച്ച് തന്നെ അദ്ദേഹം നിങ്ങളെ നിഷേധിച്ച സോമ, അതായത് അമൃത് ചെയ്യിപ്പിക്കാമെന്ന് ഉറപ്പുതരുന്നു. സന്തോഷിച്ച ദേവന്മാർ ദേവലോകത്തേക്കും മഹർഷിയും സുകന്യകയും ആശ്രമത്തിലേക്കും മടങ്ങി. ചെവ്യനൻ കാഴ്ചയുള്ള യുവാവായി തീർന്ന കഥ ശരിയാതി രാജാവ് അറിഞ്ഞു. അദ്ദേഹം തന്റെ ജാമാതാവിനെ കാണുന്നതിനായി പരിവാര സമേതം ചെവ്യനാശ്രമത്തിലെത്തി. പടുവൃദ്ധനായിരുന്ന ചെവ്യനൻ പരമസുന്ദരനായി തീർന്നത് കണ്ട് രാജാവ് അത്ഭുതപ്പെട്ടു. തന്റെ മകൾക്ക് വന്ന സൗഭാഗ്യത്തിൽ അദ്ദേഹം ആനന്ദിച്ചു. ചെവ്യന സുകന്യമാരുടെ ആഗ്രഹപ്രകാരം രാജാവ് ഏതാനും ദിവസം ആശ്രമത്തിൽ താമസിക്കുകയും ചെയ്തു. അവിടെ വെച്ച് ചെവ്യനൻ ശരിയാതി രാജാവിനെ കൊണ്ടൊരു സോമയാഗം നടത്തിച്ചു. ചെവ്യൻ തന്നെയായിരുന്നു പ്രധാന ഋത്തി. യാഗാംശം സ്വീകരിക്കുന്നതിനു വേണ്ടി ഇന്ദ്രാദി ദേവന്മാർ വന്നു നിന്നു. അശ്വനി ദേവന്മാരും അവിടെ എത്തി. അവരെ കണ്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, ഇവർ സോമപാനത്തിന് അർഹരല്ല. ഇവർ ദേവന്മാർക്ക് വൈദ്യസേവ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഇവർ യോഗ്യതയിൽ താണവരാണ്. ചെവ്യനൻ മറുപടി പറഞ്ഞു, ഇവർ മഹോത്സാഹരാണ്, മഹാത്മാക്കളാണ്, മഹാസുന്ദരന്മാരാണ്. ഇവരും ദേവന്മാരാണ്. മറ്റു ദേവന്മാർക്കുമുള്ള സോമപാനത്തിനുള്ള യോഗ്യത ഇവർക്കുമുണ്ട്. ചെവ്യനൻ ഇന്ദ്രനെ വകവയ്ക്കാതെ വിശിഷ്ടമായ സോമമെടുത്ത് അശ്വനി ദേവന്മാർക്ക് കൊടുക്കുവാൻ ഒരുമ്പെട്ടു. അപ്പോൾ ഇന്ദ്രൻ ചെവ്യനന്റെ മേൽ വജ്രായുധം പ്രയോഗിക്കുവാൻ കൈ ഉയർത്തി. മഹർഷിയുടെ കണ്ണുകൾ ചുമന്നു. അദ്ദേഹം തീപ്പൊരി പാറുന്ന കണ്ണുകളോടെ ഇന്ദ്രനെ നോക്കി. ആ നോട്ടത്തിൽ ഇന്ദ്രന്റെ കൈകൾ സ്തംഭിച്ചുപോയി. ചെവ്യനൻ അശ്വിനി ദേവന്മാരെ കൊണ്ട് സോമാവനം ചെയ്യിപ്പിച്ചിട്ട് തന്റെ പ്രതിജ്ഞ നിറവേറ്റി. എങ്കിലും അദ്ദേഹത്തിന് ഇന്ദ്രനോടുണ്ടായ കോപം ശമിച്ചില്ല. ഹോമകുണ്ടത്തിൽ നിന്നും മദൻ എന്ന ഭയങ്കര അസുരനെ സൃഷ്ടിച്ചു. മദനെ കണ്ട് എല്ലാവരും ഭയപ്പെട്ടു. ദേവകൾ ഓട്ടം തുടങ്ങി. ദേവേന്ദ്രൻ ആകെ സ്തംഭിച്ചു. അദ്ദേഹത്തിന് നിന്നിടത്ത് നിന്ന് ഇളകുവാൻ കഴിഞ്ഞില്ല. മദൻ ദേവേന്ദ്രനെ ഹിംസിക്കുവാനായി അടുത്തു. ഗത്യന്തരമില്ലാതെ ഇന്ദ്രൻ ചെവ്യനെ തന്നെ ശരണം പ്രാപിച്ച് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നു മുതൽ അശ്വിനി ദേവന്മാർ സോമപാനത്തിന് അർഹരാണ്. ചെവ്യനന്റെ കോപം അപ്പോൾ അടങ്ങി. അദ്ദേഹം മദന്റെ അസുരശക്തിയെ 4 ഭാഗിച്ച്
ഒരു ഭാഗം ചൂതുകളിയിലും മറ്റൊരു ഭാഗം നായാട്ടിലും വേറൊരു ഭാഗം മദ്യപാനത്തിലും നാലാമത്തെ ഭാഗം സ്ത്രീയിലും കൂടിയിരുത്തി. ദേവകൾ സന്തുഷ്ടരായി. അശ്വിനി ദേവന്മാരെ ചേർത്ത് ദേവലോകത്തേക്ക് പോയി. ഹേ യുധിഷ്ഠിര, ചെവ്യനൻ തൻ്റെ ശക്തിയെ ലോകം മുഴുവൻ വിഖ്യാതമാക്കി. അദ്ദേഹം വീണ്ടും സുകന്യയോടൊപ്പം താമസിച്ച് തൻ്റെ തപസ് തുടർന്നു. ഇതാ ഈ കാണുന്ന സരസ് ചെവ്യനൻ്റേതാണ്. ഇതിന് ഭാർഗവ തീർത്ഥമെന്നാണ് പേര്. ഭവാൻ സഹോദരന്മാരോടുകൂടി ഇതിലിറങ്ങി സ്നാനം ചെയ്ത് പിതൃദേവ തർപ്പണം ചെയ്യുക. യുധിഷ്ഠിരനും സഹോദരന്മാരും കൃഷ്ണയും ഭാർഗവ തീർത്ഥത്തിലിറങ്ങി തീർത്ഥസ്നാനം ചെയ്തു. അങ്ങനെ വീണ്ടും യുധിഷ്ഠിരനും സംഘവും യാത്ര തുടർന്നു. അവർ മനോഹരമായ ഒരു ആശ്രമ ഭൂവിലെത്തി. ഉദ്ദാലക പുത്രനും ലോകവിഖ്യാതനുമായ ശ്വേതകേതുവിൻ്റെ പുണ്യാശ്രമമായിരുന്നു അത്. ശ്വേതകേതു തൻ്റെ സഹോദരീ പുത്രനായ അഷ്ടവക്രനോടും കൂടി മിഥിലാ രാജധാനിയിൽ ചെന്ന് ജനക മഹാരാജാവിൻ്റെ പണ്ഡിതന്മാരെ വാദത്തിൽ തോൽപ്പിച്ചുവെന്ന് ലോമേശൻ പറഞ്ഞപ്പോൾ പാണ്ഡവന്മാർക്ക് ആ ഒരു കഥ കൂടി കേൾക്കണമെന്ന ആഗ്രഹം ജനിച്ചു. ലോമേശൻ പറഞ്ഞു, മഹാജ്ഞാനിയും തപസ്സുകൊണ്ട് ദീപ്തനുമായ ഉദ്ദാലക മഹർഷിക്ക് വളരെ ഇഷ്ടപ്പെട്ട ശിഷ്യനായിരുന്നു കഹോണ്ടകൻ. ആ ബ്രഹ്മചാരി വളരെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഗുരുവിനെ സേവിച്ചു. ശിഷ്യനിൽ സംതൃപ്തനായ ഉദ്ദാലകൻ തൻ്റെ മകളായ സുജാതയെ കഹോടന് കല്യാണം കഴിച്ചു കൊടുത്തു. സുജാതയേക്കാൾ വളരെ പ്രായം കുറഞ്ഞ ഒരു പുത്രൻ കൂടി മഹർഷിക്കുണ്ടായിരുന്നു. അവൻ്റെ പേര് ശ്വേതകേതു എന്നായിരുന്നു. സുജാത ഗർഭിണിയായി. ഗർഭം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ആ ഗർഭസ്ഥ ശിശു അധ്യയനം ചെയ്യുകയായിരുന്നു എന്ന് തൻ്റെ പിതാവിനെ വിളിച്ചു പറഞ്ഞു. അച്ഛൻ രാത്രിയൊക്കെ ഇരുന്ന് അധ്യയനം ചെയ്യുകയാണല്ലോ, ഈ പഠിപ്പൊന്നും ശരിയാകുന്നില്ല. തൻ്റെ ശിഷ്യന്മാരുടെ മുന്നിൽ വെച്ച് അപമാനിതനായ കഹോടൻ ശിശുവിനെ കോപം മൂലം ശപിച്ചു. ഗർഭത്തിലിരുന്നു കൊണ്ട് നീ എന്നെ അപമാനിക്കുകയാൽ നീ 8 വളവോടുകൂടി ജനിക്കട്ടെ എന്ന് പറഞ്ഞു. സുജാത പ്രസവിച്ച ശിശുവിന് 8 വളവുകൾ ഉണ്ടായിരുന്നു. അവനങ്ങനെ അഷ്ടവക്രൻ എന്ന് പേരിട്ടു. അവന്റെ അമ്മാവനായ ശ്വേതകേതുവിന് അവനേക്കാൾ കേവലം 3 വയസ്സ് പ്രായക്കൂടുതൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ അമ്മാവനും മരുമകനുമായിരുന്നുവെങ്കിലും കാഴ്ചയിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെയാണ് തോന്നിയിരുന്നത്. സുജാത ഗർഭിണിയായിരിക്കുമ്പോൾ അവൾ കഹോടനോട് പറഞ്ഞു, എൻ്റെ പ്രസവം അടുത്തു വരുന്നു. പ്രസവ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ പണം നമ്മുടെ പക്കലില്ല. അതുകൊണ്ട് ഭവാൻ എപ്രകാരമെങ്കിലും കുറച്ച് പണം സമ്പാദിക്കണം. ധർമ്മിഷ്ഠനും ദാനശീലനുമായ മിഥിലയിലെ ജനക മഹാരാജാവിനെ കണ്ട് ഭിക്ഷയാചിച്ച് പണമുണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ കഹോടൻ മിഥിലയിലെത്തി രാജാവിനെ കണ്ടു. രാജസദസ്സിലുള്ള പണ്ഡിതന്മാരുമായി വാദപ്രതിവാദം നടത്തി ജയിച്ചാൽ പണം കൊടുക്കാമെന്ന് രാജാവ് പറഞ്ഞു. കഹോടൻ വാദപ്രതിവാദത്തിന് സമ്മതിച്ചു. അവിടെ വെച്ച് വാദവിദഗ്ധനായ വന്തി കഹോടനെ വാദത്തിൽ തോൽപ്പിച്ചു. വാദത്തിൽ തോൽക്കുന്നവരെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്ന പതിവനുസരിച്ച് കഹോടനെ വെള്ളത്തിൽ മുക്കിക്കൊന്നു. അഷ്ടവക്രനെ പ്രസവിക്കുന്നതിന് മുമ്പാണ് മേൽപ്പറഞ്ഞ സംഭവം നടന്നത്. അച്ഛൻ്റെ മരണവൃത്താന്തത്തെപ്പറ്റി ഒന്നും തന്നെ കുട്ടിയെ അറിയിക്കേണ്ടെന്ന് ഉദ്ദാലകൻ മകളോട് നിർദ്ദേശിച്ചു. അതിനാൽ അതൊന്നും അറിയാതെയാണ് അഷ്ടവക്രൻ വളർന്നു വന്നത്. അവൻ ഉദ്ദാലകൻ അച്ഛനും ശ്വേതകേതു ജ്യേഷ്ഠനുമായിരുന്നു. ഒരു ദിവസം അഷ്ടവക്രൻ ഉദ്ദാലകന്റെ മടിയിലിരിക്കുമ്പോൾ ഇത് നിന്റെ അച്ഛനല്ല, എൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞ ശ്വേതകേതു അവനെ ഉദ്ദാലകന്റെ മടിയിൽ നിന്ന് പിടിച്ചിറക്കി. സങ്കടപ്പെട്ടുകൊണ്ട് അവൻ അമ്മയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, അമ്മേ, സത്യം പറയണം, എൻ്റെ അച്ഛൻ ആരാണോ? അദ്ദേഹം എവിടെയാണ്? അഷ്ടവക്രന് അന്ന് 12 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. എങ്കിലും അവൻ വേദങ്ങളിലും ഇതിഹാസങ്ങളിലും അസാമാന്യമായ പാണ്ഡിത്യം സമ്പാദിച്ചു കഴിഞ്ഞ ഒരു ജ്ഞാനിയായിരുന്നു. അവൻ ദേഷ്യത്തോടും സങ്കടത്തോടും കൂടി തൻ്റെ അച്ഛൻ്റെ വിവരങ്ങൾ ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞില്ലെങ്കിൽ മകൻ്റെ കോപത്തിന് ശാപത്തിനും ഇരയാകുമെന്ന് ഭയന്ന് അമ്മ കഹോടനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും മകനോട് പറഞ്ഞു. അച്ഛൻ്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ജനകരാജധാനിയിൽ ചെന്ന് അച്ഛൻ്റെ മരണത്തിനിടയാക്കിയവന്മാരോട് പ്രതികാരം ചെയ്യണമെന്ന് അഷ്ടവക്രൻ തീരുമാനിച്ചു. അവൻ്റെ തീരുമാനം ശ്വേതകേതുവിനെ അറിയിച്ചു. അവനും അഷ്ടവക്രനോടൊപ്പം പോകാമെന്ന് സമ്മതിച്ചു. ഉദ്ദാലകൻ അനുവാദവും കൊടുത്തു. 2 പേരും കൂടി മിഥിലയിലെത്തി. അപ്പോൾ രാജധാനിയിൽ ഒരു യാഗം നടക്കുന്നുണ്ടായിരുന്നു. ബാലന്മാരായതുകൊണ്ട് അഷ്ടവക്രനും ശ്വേതകേതുവും അകത്തേക്ക് പ്രവേശനം ലഭിച്ചിരുന്നതുമില്ല. ദ്വാരപാലകൻ അവരെ തടഞ്ഞിട്ട് പറഞ്ഞു, ബാലന്മാർക്ക് യാഗശാലയിലേക്ക് പ്രവേശനമില്ല. വിജ്ഞാനികളും വൃദ്ധന്മാരുമായ വിപ്രന്മാർക്ക് മാത്രമേ ഇതിനകത്ത് കടക്കുവാൻ അനുവാദമുള്ളൂ. അഷ്ടവക്രൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കയറാം.
ഞങ്ങൾ അതിവ്രതത്തിൽ വൃദ്ധരാണ്. വൃദ്ധന്മാർ ആചരിക്കുന്നതൊക്കെ അറിവുള്ളവരുമാണ്, വേദപ്രഭാവമുള്ളവരുമാണ്. തുടരും.